വയനാട് വന്യമൃഗശല്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് അടിയന്തരമായി തുക അനുവദിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നു. അനു, ഇന്ന് ഉന്നതതല യോഗമുണ്ടായിരുന്നു തലസ്ഥാനത്ത്. ആ യോഗ തീരുമാനമായാണോ ഇപ്പോൾ ഈ 50 ലക്ഷം രൂപ വയനാടിന് എന്നുള്ള തീരുമാനം വരുന്നത്? ലക്ഷ്മി, ഉന്നതതല യോഗത്തിന്റെ തീരുമാനമായിട്ടല്ല, പകരം ഈ കഴിഞ്ഞ ദിവസം ജനുവരിയിൽ തന്നെ വയനാട് ഒരു ആദിവാസി യുവതി കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കളക്ടർ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ കളക്ടർ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം ഈ വന്യമൃഗ ശല്യ അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിനും അതിന്റെ മറ്റ് അടിയന്തര പ്രവർത്തനങ്ങൾക്കുമായി 50 ലക്ഷം രൂപ അനുവദിക്കണമെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ 50 ലക്ഷം രൂപ അടിയന്തരമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഇത് ഈ പൈസയിലൂടെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് വയനാട് വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ലക്ഷ്മി. VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.